നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു പഴയ ബംഗ്ലാവ്. ചരിത്രവും നിഗൂഢതയും ഇഴചേർന്ന ഒരു കഥയാണ് അതിന് പറയാനുള്ളത്. ടിപ്പു സുൽത്താൻ്റെ പടയോട്ടങ്ങളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും രക്ഷ നേടാനായി പണ്ട് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഒരു സുരക്ഷിത താവളമായിരുന്നു ഈ വീട്. ശക്തമായ മതിലുകളും രഹസ്യ അറകളും ഒക്കെയുള്ള ഈ മന്ദിരം അക്കാലത്ത് ഒരു കോട്ട പോലെ സുരക്ഷിതമായിരുന്നു. കാലങ്ങൾ കടന്നുപോയി. ബ്രിട്ടീഷുകാർ പോയെങ്കിലും ആ വീട് അവിടെ തന്നെ അവശേഷിച്ചു. ഇന്ന് ഈ വീടിൻ്റെ യഥാർത്ഥ അവകാശി 10 വയസ്സുകാരിയായ സ്റ്റെല്ല എന്ന പെൺകുട്ടിയാണ്. മുതിർന്നവർ ആരുമില്ലാതെ ആ വലിയ വീട്ടിൽ അവൾ മാത്രമാണ് താമസിക്കുന്നത്. ഒരു കൊച്ചു പെൺകുട്ടിയുടെ ഉടമസ്ഥതയിലുള്ള ഈ വിജനമായ വലിയ വീടിനെക്കുറിച്ച് നാട്ടുകാർക്കിടയിൽ പല കഥകളും പ്രചരിച്ചു തുടങ്ങി. ഇന്ന് പലരും ഈ വീടിനെ ഒരു ഭയപ്പെടുത്തുന്ന ഭൂതബംഗ്ലാവായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ആളൊഴിഞ്ഞ ആ പറമ്പും വീടും കാണാൻ തന്നെ പലർക്കും ഭയം തോന്നിയിരുന്നു. ആളുകൾ പറയുന്ന കഥകൾ പലപ്പോഴും വെറും നിഴലുകൾ മാത്രമാണ്. പക്ഷേ യഥാർത്ഥ കഥ തുടങ്ങുന്നത് മറ്റൊരിടത്താണ് എന്ന് കാട്ടിയിരുന്നു. ചരിത്രവും ഭയവും കലർന്ന ആ മന്ദിരം ഇന്നും ഒരു ചോദ്യചിഹ്നമായി നിലകൊള്ളുന്നു. പ്രത്യേകിച്ചും അവിടെ എത്തുന്ന ഓരോ ക്ഷണിക്കപ്പെടാത്ത അതിഥിക്കും. ആൻ അൺഇൻവൈറ്റഡ് ഗസ്റ്റ്. ഹലോ തോമസ്, ഏച്ചിൻ്റെ വീട്ടിൽ നമുക്കൊന്ന് കാണണം. ഓക്കെ. എടാ ഓനല്ല എനിക്ക് വാസം ഉണ്ടല്ല എനിക്കുണ്ടാ. ചെറിയ നമ്മൾ അത്യാവശ്യം കണ്ട് കാണാൻ പറഞ്ഞാണ്. ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ചു പാട്ടോ. എന്താ സംഭവം? അതൊന്നും അറിയില്ല, അവൻ വരട്ടെ. എന്നാ വാ, വേഗം പോവാ. ആ ശരി. നമുക്ക് ഇവിടുന്ന് സംസാരിക്കാൻ നല്ലത്. എടവണ്ണ ഭാഗത്ത് ഹോണ്ടഡ് ഹൗസ് ഉണ്ട്. കിണ്ണം, നമുക്ക് വെക്കേഷൻ വിളിക്കാം. അല്ല, സ്റ്റേ ആണോ? എപ്പോഴാ പോണേ? നമുക്ക് അതിരാവിലെ പോവാ, അത് വൈബാവും. എനിക്കൊരു കല്യാണം കൂടാണ്ട്. ഞാൻ രാത്രി ബസ് ഇറങ്ങിയൊരു 1.5 കിലോമീറ്റർ വരുന്ന സ്ഥലത്തും. ഞാൻ വേണമെങ്കിൽ ഈ സ്ഥലത്തിന്റെ ഫോട്ടോ വിട്ടരാം. വീട് എത്ര സെന്റ് ഉണ്ട്? 24 സെന്റ്. അപ്പൊ അവിടുന്നാണ്. എന്നാ ഞാൻ രാത്രി വരാം. ബസ് ഇറങ്ങി നടക്കാൻ തുടങ്ങിയിട്ട് നേരം കുറയല്ലോ. ആ ജെറീനല്ലേ പറഞ്ഞത് 1.5 കിലോമീറ്റർ നടക്കാനുള്ളത്. ഇപ്പൊ 2 കിലോമീറ്റർ ആയി. അതെന്നെ തോന്നലേക്കാരം. ജെറിയും പറഞ്ഞ അച്ചട്ടാണ്. ആ ശരി, വേ നടക്ക്. ഇതല്ല വീട്, കാണാൻ അതേപോലെ ഉണ്ട്. എടാ അച്ഛാ, ഫോട്ടോ ഒന്ന് എടുത്ത് നോക്ക്. എന്നാൽ നമുക്ക് ക്ലാരിഫൈ ചെയ്യാമല്ലോ ഇത് ഞാനുള്ള വീടിന്ന്. തന്നെയാണ് വീട്. ഈ വീട് കണ്ടിട്ട് എനിക്ക് കോണ്ടാക്ട് പോലെ തോന്നുന്നുണ്ടോ? ഏയ്, കണ്ടിട്ട് തോന്നുന്നില്ല. എന്നാ വാ. എടാ, ഈ വീട് എത്ര ഏക്കർ ഉണ്ടാവും? ജെറീനല്ലേ പറഞ്ഞത് ഏക്കറൊന്നും. എന്നാ വാ, വലത് കാലിൽ വെച്ച് കയറിക്കോ. ജെറി വന്നിട്ട് കേറിയാ പോരെ? രാത്രി വരുള്ളൂ. എടാ, ചാവി എവിടെ? എടാ, ചെടിച്ചട്ടിൻ്റെ ഉള്ളിൽ നോക്ക്. സാധാരണ എവിടെ ഉണ്ടാവല്? അവിടെ നോക്കിക്കോ, ഞാൻ അവിടെ നോക്കാം. ചാവി ഇട്ടി. എന്നാ വാ, തുറക്കല്ലേ. ഇവിടെ ആൾ താമസമൊന്നും ഇല്ലോണ്ട്. എന്തൊരു മണം. കൊറേ പൊടി മാറാല്.
എടാ ഈ ഡോറൊക്കെ ലോക്കാണല്ലോ. എന്നാ മോൾക്ക് പോയേക്കാം. ഇവിടെ ആളില്ലെങ്കിൽ കാണാനുള്ള രസമുണ്ടല്ലോ. ഇതെന്താ തുറക്കാൻ കിട്ടാത്തത്? ഇതെന്താ 666?